കുറേ നാൾ ട്രീറ്റ്മെന്റിന് ശേഷം ഉണ്ടാവുന്ന കേസുകളിലൊക്കെ എനർജി സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാനൊരു ഏകദേശം എനിക്ക് തോന്നിപ്പോൾ ആ കുഞ്ഞിന് 6 മാസമായി, അവർക്കൊരു 10-12 വർഷത്തിന് ശേഷമാണ് ആ ഒരു പ്രഗ്നൻസി IVF വഴിയാണ് കിട്ടിയത്. അപ്പോൾ ആ ടൈമിൽ പ്രഗ്നൻസി ടൈം മുതൽ ആ ഒരു കേസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് നോർമലായിട്ട് ഡെലിവറി നടന്നു. ഇപ്പോൾ നമസ്കാരം. അലക്സാന്ദ്ര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സബിത രാജി മാമാണ്. മാമിനെ എല്ലാവർക്കും അറിയാം, നമ്മൾ അല്ലേ കുറേ വർഷമായിട്ട് വീഡിയോസ് നിരന്തരം ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഇട്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു പ്രശസ്ത ആസ്ട്രോളജറാണ്, ബ്രഹ്മനാടി ഹീലിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ താമ്പൂലം, അനേകം തരത്തിലുള്ള ഹീലിങ്സ്, പിന്നെ ഹസ്തരേഖ ശാസ്ത്രം ഇതെല്ലാം ചെയ്തു പോരുന്ന വ്യക്തിയാണ്. അന്നുമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു പലതരത്തിൽ എങ്ങനെയാണ് ആൾക്കാരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതെന്നും അതിനെങ്ങനെയാണ് ഹീലിംഗ് എത്തിക്കുന്നതെന്നൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ബ്രഹ്മനാടി എന്താണെന്നും ആ ഹീലിങ്ങിനെ പറ്റിയൊക്കെ കുറച്ച് വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ അവർക്ക് അല്ല നേരത്തെ വീഡിയോയിൽ പോയി കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പം ഇപ്പോഴത്തെ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ, ഇപ്പം ഈ ഹീലിംഗ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട്. അതായത് പല സോഷ്യൽ മീഡിയ വഴിയും അവർക്ക് ഒരു ഡെലിവറി കഴിഞ്ഞാൽ പോസ്റ്റ്പാർട്ടം പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ മെനോപോസ് ആ ഒരു കാലഘട്ടത്തിൽ ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഹോർമോണൽ ചേഞ്ചസ്, ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് അവർക്ക് നോളജ് കിട്ടുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവിക്കുന്നുള്ളൊരു ധാരണ ഏകദേശം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിനൊരു ഹീലിംഗ് അല്ലെങ്കിൽ ഇതെങ്ങനെ മാറ്റിയെടുക്കാം, പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കുമ്പോൾ മരുന്നുകളെക്കാൾ കൂടുതൽ ഈ തരത്തിലുള്ള ഹീലിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പെർമനന്റ് സൊല്യൂഷനായിട്ടാണ് അവർ വരുന്നത്, സൊല്യൂഷന് വേണ്ടിയാണ് വരുന്നത്. അപ്പം സബിത മാം എങ്ങനെയാണ് അവരെ അപ്രോച്ച് ചെയ്യുന്നത്, അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മാറ്റിക്കൊടുക്കുന്നത്? അതായത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ പോസ്റ്റ്പാർട്ടം സിംറ്റം വരാറുണ്ട്. പക്ഷെ അത് ഒരു 1-2 വർഷത്തിനുള്ളിൽ സ്റ്റോപ്പ് ആവുന്ന കേസുണ്ട്. അതിന് കൗൺസിലിങ്ങോ അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി അത് സ്റ്റോപ്പ് ആവുന്ന കേസും ഉണ്ട്. ചിലത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്കും പോകാറുണ്ട്. പിന്നെ അവർക്ക് ആ ഒരു ഫാമിലി ലൈഫിൽ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഒരു തക്കം പാർത്തിരുന്ന് ഈ കുഞ്ഞിനെ എങ്ങനെ ഉപദ്രവിക്കാം, ഹസ്ബൻഡിൻ്റെ അടുത്ത് എങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളായിരിക്കും ഇതേ തുടർന്ന്. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ, പൂർണ്ണമായ സൊല്യൂഷൻ എന്നുള്ളൊരു ലെവലിൽ എന്തെങ്കിലും ബാധയാണോ അങ്ങനെയൊക്കെ ഉള്ളൊരു സംശയത്തിലാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നോട് അവർ ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ബ്രഹ്മനാടി ഹീലിങ്ങിലൂടെ നമുക്ക് അവരെ ചാനലൈസ് ചെയ്യാൻ പറ്റും. അവരുടെ ആ ഒരു മനോനിലയും അവരുടെ ആ ചക്രാസും ഒക്കെ ബാലൻസ്ഡ് ആവുമ്പോഴേക്കും അവർക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ചേഞ്ച് വരും. ആ കുഞ്ഞിനോടുള്ളൊരു അഫെക്ഷനൊക്കെ വന്നു തുടങ്ങും. അങ്ങനെ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡെലിവറിക്ക് ശേഷം വരുന്നതിനേക്കാളും നല്ലത് ഒരു പക്ഷേ ഡെലിവറിക്ക് മുമ്പേ തന്നെ നമുക്ക് ഈ തരത്തിലുള്ള ഹീലിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വരും തോന്നുന്നുണ്ടോ? അല്ല, ആ സമയത്ത് നമ്മൾ കുഞ്ഞും അമ്മയുമായിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ അധികവും അങ്ങനെ എനർജി കൊടുക്കാറില്ല. ഡെലിവറിക്ക് ശേഷം അത് ജസ്റ്റ് ബ്ലെസ്സിങ്സ് ആയിട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ബ്രഹ്മനാടി ഹീലിംഗ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചോർജത്തിന് അവരുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവർ ഒരു മാതൃത്വത്തിലിരിക്കുന്ന ആ ഒരു പീരീഡിൽ അവർ യൂണിവേഴ്സായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു എനർജി കൊടുക്കേണ്ട ആവശ്യം ആ ടൈമിലില്ല. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളൊരു എനർജി സപ്പോർട്ട് കൊടുക്കാറുണ്ട്. നന്നായിരിക്കും. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നോർമലായിട്ടുള്ള ഡെലിവറി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു എല്ലാവർക്കും ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആകാംക്ഷ തോന്നുന്നൊരു കാര്യമാണ്. നോർമലായിട്ട് ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, കുഞ്ഞിന് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുമോ എന്നൊക്കെയുള്ള ചിന്ത വരും. അപ്പം ഡെലിവറിക്ക് ശേഷം നമ്മളിങ്ങനൊരു ഹീലിംഗ് തുടങ്ങുന്നതിനേക്കാളും ചിലപ്പം ഒരു പക്ഷേ മുന്നേ ചില കാര്യങ്ങൾ തുടക്കം തൊട്ടേ ഒരു സപ്പോർട്ട് കൊടുത്തു കുറേ നാൾ ട്രീറ്റ്മെന്റിന് ശേഷം ഉണ്ടാവുന്ന കേസുകളിലൊക്കെ എനർജി സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാനൊരു ഏകദേശം എനിക്ക് തോന്നിപ്പോൾ ആ കുഞ്ഞിന് 6 മാസമായി, അവർക്കൊരു 10-12 വർഷത്തിന് ശേഷമാണ് ആ ഒരു പ്രഗ്നൻസി IVF വഴിയാണ് കിട്ടിയത്. അപ്പോൾ ആ ടൈമിൽ പ്രഗ്നൻസി ടൈം മുതൽ ആ ഒരു കേസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് നോർമലായിട്ട് ഡെലിവറി നടന്നു. ഇപ്പോൾ പക്ഷേ അവർ ആ ഒരു ഹീലിംഗ് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അവർ പറയുന്നത് എല്ലാ ദിവസവും ഒരു ബ്ലെസ്സിങ്സ് വേണം എന്നുള്ള ലെവലിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. കുഞ്ഞിനിപ്പം 6 മാസം ആയി.
അതെ. ഈ ഡെലിവറി കഴിഞ്ഞ് എത്ര ദിവസത്തിന് ശേഷമാണ് ഹീലിംഗ് തുടങ്ങാൻ പറ്റുന്നത്? കുഞ്ഞിന് ഡയറക്റ്റ് എനർജി കൊടുക്കാറില്ല. അവർ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർ ഓൾറെഡി യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ജസ്റ്റ് അവർ ബ്ലെസ്സിങ് മാത്രമേ, ഒരു പ്രൊട്ടക്ഷനും ഒരു ബ്ലെസ്സിങ് മാത്രമേ കൊടുക്കാറുള്ളൂ. അമ്മയ്ക്കാണ് കൊടുക്കാറ്. ഹീലിംഗ് ആയിട്ട് കൊടുക്കുന്നത് അമ്മയ്ക്കാണ്. അപ്പോൾ കുഞ്ഞിനോടുള്ള അഫെക്ഷൻ കൂടുകയും വീട്ടുകാരുമായിട്ടൊക്കെ ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നത്. എനർജി കൊണ്ട് അവരെ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കും. അമ്മയും കുഞ്ഞിനെയും തമ്മിൽ അവർക്ക് തമ്മിലൊരു അഫെക്ഷൻ വരുത്തി കൊടുക്കും. അത് ആ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു എനർജി സപ്പോർട്ട് ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് കേസുകൾ ഇപ്പം പോസ്റ്റ്മോർട്ടം സിംറ്റംസിൽ നിന്ന് റിക്കവർ ആയ കേസുകൾ വന്നിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം കേസസ് പോലെ തന്നെയാണ് മെനോപോസിൻ്റെ കാര്യവും. എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നൊരു കാര്യമാണ്. 40-45 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര നാളും അല്ലാത്ത പോലെ ഒരു മാനസികമായുള്ള മാറ്റമായാലും ശാരീരികമായുള്ള മാറ്റങ്ങളായാലും അവർക്ക് തോന്നി തുടങ്ങുന്നതെന്നൊക്കെ ചിന്തിക്കും. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ ഹീലിങ്ങിന് വേണ്ടി കൺസൾട്ട് ചെയ്ത് ആ ഹീലിംഗ് വഴി ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അല്ലേ? അപ്പം അത് എങ്ങനെയാണ്, അങ്ങനെയുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഏതൊരു വിഷയത്തിനാണെങ്കിലും ബ്രഹ്മനാഡി ഹീലിംഗ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ പർട്ടിക്കുലർലി അവർക്ക് ഇന്ന പ്രോബ്ലം ആണെന്ന് പറയുമ്പോൾ എനിക്ക് അതിലേക്ക് എനർജി ഫോക്കസ് കൊടുക്കാൻ പറ്റും. ഈ പറയുന്ന മെനോപോസ് ടൈമിൽ അവർക്കൊരു ഒറ്റപ്പെടലൊക്കെയാണ് കൂടുതലും ഹോണ്ട് ചെയ്യുന്നത്. തനിക്ക് ആരുമില്ല, തന്നെ കെയർ ചെയ്യാൻ ആളില്ല, വീട്ടിലുള്ളവർക്ക് ആർക്കും എന്നെ വേണ്ട, അങ്ങനെയൊക്കെയുള്ള. അതെ അതെ അതെ. പിന്നെ പെട്ടെന്ന് പരിഗണന ലുക്ക് വരുന്ന ഒരു തോന്നൽ അല്ലേ? അങ്ങനെയൊക്കെ. അതെ അതെ. ബോഡി ഹീറ്റ് ആവുന്ന അവസ്ഥ, സ്കിന്നിന് പ്രശ്നങ്ങൾ, ആഹാരം കഴിക്കുന്നതിനൊക്കെ ചില മാറ്റങ്ങൾ, താല്പര്യങ്ങളിൽ വ്യത്യാസം വരും. മെയിൻലി മൂഡ് സ്വിംഗ് ആണ് കൂടുതലായിട്ട് അവരെ. സങ്കടം, ഡിപ്രഷൻ പോലെ തോന്നി. അതെ അതെ. അതെ അതെ. ഡിപ്രഷനിലേക്ക് പോയ കേസുകൾ ഒരുപാടുണ്ട്. സൈക്കാട്രിക് മെഡിസിൻ എടുത്ത ആൾക്കാരുണ്ട്. പക്ഷെ എന്താണ് റീസൺ എന്ന് മനസ്സിലാക്കാണ്ടാണ് വീട്ടുകാർ. പക്ഷെ അവരെല്ലാം ഈ പറയുന്ന മെനോപാസ് ആണെങ്കിലും പോസ്റ്റ്മോർട്ടം ആണെങ്കിലും വീട്ടിലുള്ളവർ അവരെല്ലാവരെയും ചേർത്ത് പിടിക്കണം. അതൊരു മെയിൻ ഘടകമാണ്. ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കൊരു എനർജി സപ്പോർട്ടും കൂടെ കൊടുക്കാൻ പറ്റുമ്പോഴേക്കും തീർച്ചയായിട്ടും ചേഞ്ച് വരും. ഫിസിക്കൽ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അവിടെ നടന്നുകൊണ്ടേയിരിക്കും. എങ്കിലും അത് ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു മാനസിക നില നമുക്ക് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എനർജി ബാലൻസ്ഡ് ആവുമ്പോഴേക്കും അവർക്ക് നോർമലായിട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. എത്ര പ്രായമുള്ളവർക്കാണ് ഇങ്ങനെ ഒരു മാറ്റം കണ്ടുള്ളത്? കൂടുതൽ ഇപ്പോൾ 45 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഉള്ള വിഷയങ്ങളുണ്ട്. 45-നും ഒരു 55-നും ഉള്ളിലൊക്കെയുള്ള ആൾക്കാരാണ് അധികവും ഈ പറയുന്ന മെനോപാസുമായിട്ട് ബന്ധപ്പെട്ട് വരാറുള്ളത്. എല്ലാവരുടെയും ചിന്ത എന്നെ എന്തോ ഒരു ബാധ ആക്രമിച്ചുവെന്നോ ആരോ കൂടോത്രം ചെയ്തുവെന്നോ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളായിട്ടൊക്കെയാണ്. വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. സംസാരിച്ച് വരുമ്പോൾ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കും. അങ്ങനെയാണ് നമ്മൾ ഹീലിങ്ങിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ട സമൂഹവും കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ അല്ലേ, അങ്ങനെയാണ്. തീർച്ചയായിട്ടും വീട്ടിൽ നിന്നാണ് വേണ്ടത്. എന്തോരം സ്ട്രെയിനാണ് ആ ലൈഫിൽ എടുക്കുക എന്നുള്ളത്. ചില ചെറുപ്പത്തിൽ ആ ഒരു ഇത് കഴിഞ്ഞ് ഒരു മെച്യൂരിറ്റി ലെവൽ എത്തിക്കഴിഞ്ഞ് ലൈഫിനെ ഒന്ന് സെറ്റിലാക്കുന്ന ഒരു കാലഘട്ടവും കൂടെയാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ഇത്രയും പ്രഷർ വരുമ്പോഴത്തേക്കും അവർക്ക് ഹീലിംഗ് തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും. അപ്പം ഇതെല്ലാം ഓൺലൈനായിട്ടാണോ ചെയ്യുന്നത്? ഇങ്ങനത്തെ ഹീലിംഗ്സ് എല്ലാം തന്നെ ഡയറക്റ്റ് വരുന്നവർക്കാണെങ്കിൽ എനിക്ക് കൂടുതൽ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനുണ്ട്. ഓൺലൈൻ ഹീലിങ്സ് ആണെങ്കിൽ ഒരു ദിവസം സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യാം. ഡയറക്റ്റ് വന്നാൽ അത്രയും അവർക്കും ഒരു നമ്മളോട് സംസാരിക്കുമ്പോഴും ഡയറക്റ്റ് ഒരു ആശ്വാസവും കൂടെ കിട്ടും. അതെ അതെ, രണ്ടും കൂടെ അങ്ങ് നടന്നു പോവുകയാണ്. അപ്പോൾ ഹീലിംഗിന് മുമ്പായിട്ട് എന്തെങ്കിലും കവടി വെച്ച് ഗ്രഹനില നോക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കാറുണ്ട്. കാരണം എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്, എന്താണ് അത് മീൻസ് റീസൺ എന്താണെന്ന് നോക്കും. നമുക്കത് മനസ്സിലാവും. ജ്യോതിഷപ്രകാരം നമുക്കത് കണ്ടെത്താൻ പറ്റും. ഈ പറയുന്ന മെനോപാസോ അതായത് അങ്ങനെയുള്ള വിഷയങ്ങളാണെങ്കിൽ അതിന് പ്രത്യേക ഗ്രഹനിലയിൽ അറിയാൻ പറ്റും. അങ്ങനെ അറിയാൻ പറ്റും. പിന്നെ അവരോട് സംസാരിക്കുമ്പോഴും നമുക്ക് കിട്ടുമല്ലോ. പിന്നെ കവടി വെച്ച് നോക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവർ പറയുന്ന റീസൺ എന്തെങ്കിലും ആണോ ഇതിനുള്ളതെന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കാറ്. ചിലപ്പോൾ അതാവണമെന്നില്ല. ഇല്ല ഇല്ല, അതാവണമെന്നില്ല. എല്ലാം മെനോപാസ് ആണെന്ന് പറയാനും പറ്റില്ല. അതെ, അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഡെലിവറിക്ക് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം പ്രശ്നങ്ങളും ഒക്കെ അത് തന്നെയാണ്. അതും ഗ്രഹനില വെച്ച് തന്നെ നോക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ താമ്പൂല പ്രശ്നമൊക്കെ അങ്ങനെയും നോക്കാറുണ്ട്. അത് അവർ വരുന്ന ആളുടെ താല്പര്യം ഏതാണോ അതിനനുസരിച്ച് നോക്കാം. താമ്പൂലം കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നോക്കാറുണ്ട്. കവടി പ്രശ്നം എല്ലാം എന്താണ് അവർക്ക് താല്പര്യം അത് ചെയ്യാറുണ്ട്.
അപ്പോൾ ജ്യോതിഷപ്രകാരം ഇത്തരം കാര്യങ്ങളും കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ് അല്ലേ? നമ്മൾ എത്ര സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഈ ജ്യോതിശാസ്ത്ര പ്രകാരം നമുക്ക് പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റും. ഇപ്പം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കാണെങ്കിലും അവരുടേതായ പ്രായത്തിനനുസരിച്ചുള്ള പല മൂഡ് സ്വിങ്സും പ്രശ്നങ്ങളും അവർക്കും ഉണ്ട്. എപ്പോഴും പറയുന്ന സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ, പുരുഷന്മാർക്കും വേണം കൗൺസിലിങ്ങും കാര്യങ്ങളും സപ്പോർട്ടെന്ന് പറയുന്നവരുണ്ട്. അപ്പം അവർക്കാണെങ്കിൽ അവരുടേതായ രീതിയിൽ കൊടുക്കുന്നു എന്നുള്ളത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മാം തേർഡ് ഐയും പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പം ആ ഒരു പ്രാക്ടീസും അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗും കൂടെ അവർക്ക് ചെയ്യാറുണ്ടല്ലോ. ബ്രഹ്മനാടി ഹീലിംഗ് തേർഡ് ഐയുമായിട്ട് കണക്റ്റഡ് ആണ്. അഷ്റഫ് മാസ്റ്റർ ദീക്ഷയായിട്ട് തന്നത് തന്നെയാണ് ഈ പറയുന്ന ബ്രഹ്മനാടി ഹീലിംഗ് എന്നുള്ളത്. പിന്നെ തേർഡ് ഐ മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ഒരു എനർജി കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. മെഡിറ്റേഷൻസ് മാത്രമല്ല മറ്റു പല വിദ്യകളും മാസ്റ്റർ തന്നിട്ടുണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്താണ് എനർജി ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രഹ്മനാടി ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ടോ താല്പര്യപ്പെട്ട് വരുന്നവരെ? ഇല്ല. അപ്പം ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഹീലിംഗ് ആവശ്യാനുസരണം ഇപ്പം അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഏത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ പഠിക്കണമെന്ന് പറഞ്ഞ് താല്പര്യപ്പെട്ട് അങ്ങനെ വരുന്നില്ല. ജ്യോതിഷം പഠിക്കാനാണെങ്കിലോ? ഇല്ല, അതിനുള്ള സമയം എനിക്കില്ലാത്തതാണ്. അതുമല്ല, നമ്മൾ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു സാഗരം പോലെ കിടക്കുന്നതേ ഉള്ളൂ. ഞാനതിൻ്റെ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ എന്തോ ഗുരുക്കന്മാരുടെ എല്ലാം ഗ്രേസ് കൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്കത് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യാൻ പറയാറുണ്ടോ? സജസ്റ്റ് ചെയ്യാറുണ്ടോ? ചില കേസുകളിൽ പറയാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രഹ്മനാടി ഹീലിംഗ് ആണെങ്കിലും തേർഡ് ഐ മെഡിറ്റേഷൻസ് ഒക്കെ ആണെങ്കിലും ശരിയായ ഒരു ഗുരുവിന്റെ കയ്യിൽ നിന്ന് ദീക്ഷയായിട്ട് സ്വീകരിക്കേണ്ട വിഷയമാണ്. അങ്ങനെ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് അവർക്ക് തന്നെ സെൽഫ് ഹീലിംഗ് പോകാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഈ പറഞ്ഞ കാലയളവിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തീർത്ഥാടനങ്ങൾ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ഉപാസനാമൂർത്തി ഉണ്ടാവുമല്ലോ സബിത മാമിന് ആരാധിക്കുന്ന ഒരു ദേവത അല്ലെങ്കിൽ മൂർത്തി. അപ്പം ആരാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപാസനാമൂർത്തി? തീർച്ചയായിട്ടും ഉണ്ട്. ഉപാസനാമൂർത്തി ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അത് നമുക്ക് ഇങ്ങനൊരു പബ്ലിക് ചാനലിൽ വെളിപ്പെടുത്താൻ പറ്റില്ല. എനിക്കൊരു തമിഴ്നാട് ഏരിയയിലുള്ളൊരു സിദ്ധ ഗുരുവും കൂടെ ഉണ്ട്. അദ്ദേഹമാണ് എന്നെ ഉപാസനാമൂർത്തിയിലേക്ക് കണക്ട് ചെയ്തത്. ഇന്നതാണ് എൻ്റെ ഉപാസനാമൂർത്തി എന്നും പറഞ്ഞു തരികയായിരുന്നു. പിന്നെ അതിന് വേണ്ടുന്ന മന്ത്രദീക്ഷയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം ഉപാസനാമൂർത്തിയുടെ ഒരു സപ്പോർട്ടും കൂടെ എൻ്റെ മേഖലയിൽ വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. എപ്പോഴും ഹീൽ ചെയ്യുമ്പോഴും അങ്ങനെ മൂർത്തി ആരാധിച്ചതിന് ശേഷമാണ്. എനിക്ക് ദീക്ഷ തന്ന അഷ്റഫ് മാസ്റ്ററിനെ ആദ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്ങും പ്രൊട്ടക്ഷനും വാങ്ങിക്കൊണ്ടാണ് ഹീലിംഗ് ചെയ്യാറ്. ജ്യോതിഷപരമായിട്ട് അസ്ട്രോളജിക്കലി നോക്കാനിരിക്കുമ്പോൾ ഞാൻ ഈ മന്ത്ര ദീക്ഷ തന്ന ഗുരുക്കന്മാരെയും ആരാധിക്കുന്ന ദേവതകളെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യാറ്. ഈ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ ദേവി ദേവന്മാരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൂടുതലായിട്ട് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? അതിന് പ്രത്യേക പൂജാവിധികളൊക്കെ എനിക്ക് എൻ്റെ ആ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ഭവനത്തിൽ വെച്ച് തന്നെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമില്ല. പ്രത്യേകമായിട്ടുള്ള കാർമ്മിക കാര്യങ്ങളൊന്നും ഇല്ല, കാർമ്മികത്വമൊന്നും ഇല്ല. നമുക്ക് ജപമാണ് കൂടുതലും. ഇന്ന മൂർത്തിക്ക് വേണ്ടിയിട്ട് ഇന്ന ജപമാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പം അത് ജപിക്കുകയാണ് കൂടുതലും അതിൽ ചെയ്യുന്നത്. ആണല്ലേ? പിന്നെ ഇടയ്ക്ക് ഈ കുംഭമേളയ്ക്കൊക്കെ പോയിരുന്നല്ലോ, ആ അനുഭവത്തെ പറ്റി ഒന്ന് പറയാമോ? കുംഭമേളയ്ക്ക് പോയപ്പോൾ വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ് ഉണ്ടായത്. കുറേ മാജിക് കാണിക്കുന്ന ആൾക്കാരെയും കാണാൻ പറ്റി, ജെന്യൂനായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. പിന്നെ പോകുമ്പം ഞാൻ എൻ്റെ മാസ്റ്ററുടെ അനുവാദം വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ശരിയായ ആൾക്കാർ നിങ്ങളെ കാണുമ്പോൾ അവർക്കും മനസ്സിലാവും എന്നിങ്ങനെ പറഞ്ഞിരുന്നു. എന്തായാലും പോയി വരും, ഒരു എക്സ്പീരിയൻസ് ആണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു മലയാളിയുടെ ആശ്രമത്തിലാണ് നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടിയത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഹോമങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. ഡയറക്റ്റ് ഹോമകുണ്ടത്തിലിരുന്നിട്ട് ഹോമം ചെയ്യാനും ഗംഗയുടെ ഉള്ളിലിരുന്നിട്ട് അങ്ങനെയുള്ള അനുഭവം. അവിടെ അങ്ങനെ ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വാമിജി പറഞ്ഞു ഞാനിരുന്ന് ചെയ്യാൻ യോഗ്യയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ചെയ്യാനുണ്ടായത്. അപ്പോൾ അത് ഗംഗയുടെ ഉള്ളിലാണ് ആ ഹോമകുണ്ടം. അവിടെ ഒരു ശിവഭഗവാന്റെ ശിവലിംഗം വെച്ചിട്ട് ആരാധിക്കുന്നുണ്ടായിരുന്നു, ജലസമാധിയായിട്ട് അത് ആരാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന കുറേ ഹോമങ്ങളൊക്കെ അവിടെ ചെയ്തു. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. പിന്നെ അവിടെ ഇതിൽ പങ്കെടുക്കാനായിട്ട് ഒരു നാഗസന്യാസി, പിന്നെ ഒരു പരമ്പരയിൽപ്പെട്ട ഇപ്പോഴത്തെ ഒരു ഗുരു, പിന്നെ മറ്റൊരു ക്ഷേത്രത്തിലെ ഒരു പൂജാരി, ഇതൊന്നും കൃത്യമായിട്ട് വെളിപ്പെടുത്താത്തത് അവരുടെയും ഐഡൻറ്റിറ്റി നമ്മൾ പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അവരൊക്കെ അവിടെ പങ്കെടുക്കാനായിട്ട് വന്നു. അപ്പോൾ അന്നേ ദിവസം ആ ആശ്രമത്തിൻ്റെ വകയായിട്ട് ഇവർക്ക് പാദപൂജ ചെയ്യേണ്ടായി. അപ്പോൾ
പാദപൂജ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പോയിട്ട് പൂക്കൾ അർപ്പിച്ചിട്ട് ഈ ഗുരുക്കന്മാരെ അവരുടെ ബ്ലെസ്സിങ് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് മാസ്റ്ററുടെ ദീക്ഷ എടുത്ത ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും അവർ തേടയിൽ തൊട്ടുകൊണ്ടുള്ളൊരു ദീക്ഷ ഒന്നും തന്നില്ല. അവർ ഞങ്ങളെ തിരിച്ച് ബഹുമാനിക്കുന്ന രീതിയിലായിരുന്നു ഞങ്ങളോട് പെരുമാറിയത്. അപ്പോൾ അതായിരിക്കും രീതി എന്ന് കരുതി. പക്ഷേ മറ്റുള്ളവരെല്ലാവരെയും തേടയിൽ കൈവച്ചിട്ട് എനർജി പാസ് ചെയ്തുകൊണ്ടുള്ളൊരു ബ്ലെസ്സിങ് ചെയ്തു. ഈ പറഞ്ഞ ആ ഒരു പരമ്പരയിൽപ്പെട്ട ഇപ്പോഴത്തെ ആ സ്വാമിയാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ബഹുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ പറയാറുള്ള ആ ഒരു 3 ഡയമെൻഷൻ ദീക്ഷയുടെ പവർ എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. അതിനുള്ളൊരു അവസരം അവിടെ നിന്നുണ്ടായി. അതാണ് ഈ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പോയി ഈ പറഞ്ഞ മന്ത്രദീക്ഷ അല്ല പിന്നെ ദീക്ഷ എന്തെങ്കിലും എടുത്തോ? ഇല്ല. ആ ഒരു ദീക്ഷയ്ക്ക് ആ ഒരു പൂജയ്ക്ക് ശേഷം കഴിഞ്ഞു. സ്നാനമൊക്കെ നേരത്തെ ചെയ്തായിരുന്നു. ഈ മൗനി അമാവാസിയുടെ അന്ന് തന്നെ അവിടെ സംഗമത്തിൽ സ്നാനം ചെയ്യാനുള്ള അവസരമൊക്കെ കിട്ടി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു 3rd ദീക്ഷ എടുത്ത ആൾക്കാരെ പവറുള്ള ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് മാസ്റ്റർ പറയാറുണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അങ്ങനൊരു അനുഭവം, നമുക്ക് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം 3rd ദീക്ഷ എടുത്ത ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കുംഭമേളയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന സബിത മാമും പോയി വന്നതിന് ശേഷമുള്ള സബിത മാം ഒരുപാട് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഭക്തി എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭക്തിയെക്കാളും ഭക്തിയുടെ ഒരു തീവ്രത കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. മുമ്പ് നമ്മളിങ്ങനെ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാസ്റ്റർ തന്ന ദീക്ഷയുടെയും ആ ഒരു എനർജി പ്രാക്ടീസസും അതിലേക്കൊക്കെ ആയിരുന്നു കോൺസെൻട്രേഷൻ കൂടുതലും. പക്ഷേ കുംഭമേളയ്ക്ക് പോയി വന്ന ശേഷം നമുക്ക് ഈ ശിവഭഗവാനുമായിട്ടൊക്കെ ഉള്ളൊരു കണക്ഷൻ കൂടുതലായിട്ട് കിട്ടി. മീൻസ് അത് എന്താണെന്നുള്ളൊരു റിയലൈസേഷനൊക്കെ ഓവറായിട്ട് കിട്ടി. അത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം കുംഭമേളയ്ക്ക് ശേഷമുണ്ട്. എനർജി വൈസും ഉണ്ട്. അതെ, എനർജി വൈസ് തോന്നുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഹീലിംഗിനും ഒക്കെ പവർ കൂടിയതായിട്ട് തീർച്ചയായിട്ടും അത് റിസീവ് ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റെതായ ഒരു മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്രയൊക്കെ ബ്രഹ്മനാടി ഹീലിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുംഭമേളയ്ക്ക് പോയ വ്യക്തി എന്നുള്ള നിലയിലും അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ച് മടങ്ങി വന്ന വ്യക്തി എന്ന നിലയിലും ഒക്കെ ഇത്രയൊക്കെ നമ്മൾ എന്താ പറയുക കൂടുതൽ ഡിവിനിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഹോളിനെസ്സിലേക്ക് കടന്നു ചെന്നാലും നമുക്ക് ഇത്തരം ഹീലിംഗ് ചെയ്യുമ്പോൾ പല പല അറ്റാക്സും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഈ പ്രൊട്ടക്ഷനും അപ്പുറത്തേക്ക് വരുന്നതായിട്ട് തോന്നാറുണ്ടോ? എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു 500%. എന്ന് വെച്ചാൽ എൻ്റെ മാസ്റ്ററും അതുപോലെ തന്നെ ഒരു ഗുരു പരമ്പര തന്നെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ ഉപാസനാമൂർത്തി അങ്ങനെയൊക്കെയുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ എന്തെങ്കിലും അറ്റാക്സ് ഈ രീതിയിൽ വരുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്, നമുക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു എനർജി ഫീൽഡിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലേക്കും വരും. പിന്നെ പ്രത്യേകിച്ച് ഈ എനർജി മണ്ഡലത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് അവിടെയും നെഗറ്റീവ് എനർജീസ് നമ്മളെ ഒന്ന് പിന്തിരിപ്പിക്കാനായിട്ടും ശ്രമിക്കും. വിൽഫുള്ളി ആൾക്കാരും ശ്രമിക്കും. അവിടെ എല്ലാം സെൽഫ് ഹീലിംഗ് പറ്റും, നമുക്ക് പ്രൊട്ടക്ഷൻ ഇടാൻ പറ്റും, എനർജി പ്രൊട്ടക്ഷൻ ഇടാൻ പറ്റും. പിന്നെ ഗുരുക്കന്മാരുടെ എല്ലാം പ്രൊട്ടക്ഷൻ നമുക്ക് ചോദിച്ച് വാങ്ങാനും പറ്റും. ഈ പ്രൊട്ടക്ഷൻ ഇടുന്നത് ബ്രഹ്മനാടി ഹീലിംഗ് വഴിയാണ്? അതെ അതെ, തീർച്ചയായും വഴി തന്നെയാണ് പ്രൊട്ടക്ഷൻ ഇടുന്നത്. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അത് കോൺഫിഡൻസ് ആണോ കൂടുന്നത്, അത് നമുക്ക് അങ്ങനെ ഒരു അല്ല, അത് നമുക്ക് ധാരണയാണോ? എനർജി നമുക്ക് നമ്മുടെ ഓറ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്ത് അറിയാനും പറ്റും. കോൺഫിഡൻസ് ലെവലും കൂടും അതോടൊപ്പം. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ ഇപ്പം കുംഭമേളയ്ക്ക് പോയി ഇപ്പം എത്രയോ പേർക്ക് എനിക്കൊന്ന് ഇപ്രാവശ്യമാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് കുംഭമേളയെ പറ്റിയുള്ള അറിവുകൾ മറ്റും കിട്ടിയത്. ഇതിനു മുമ്പൊന്നും ഇത്രയും നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. അപ്പം നാഗസന്യാസിമാരാണെങ്കിലും അഘോരികളാണെങ്കിലും ഇങ്ങനെയുള്ളവരെയൊക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ആ സമയത്ത് ഒരുപാട് പേര് മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അനുഭവം ഇപ്പം നാഗസന്യാസിമാരും പിന്നെ ഈ അഘോരികളും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ടുള്ള വ്യത്യാസം എന്താണ് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്? അത് ഓരോ അഖാഡയിൽ